ഹായ് മക്കളെ, സ്നേഹാമസാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതേ മുകളിൽ കാണുന്നത്. ഇത്രയും കൂടുതലൊന്നും ചോദിക്കത്തില്ല, കുറച്ച് മാർക്കിനെ ചോദിക്കുള്ളൂ. ഒരു 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇങ്ങനത്തെ രീതിയിൽ ചോദിക്കത്തുള്ളൂ. പക്ഷെ മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കണം. നോക്കാം, ഗോൾ ഈസി ഡൂണ്ടിക്കർ ലീഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ഗോൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതിന് പറ്റിയിട്ടുള്ള ആൾക്കാരെ യോജിപ്പിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ നോക്കാം, ഇവിടെ മരം പേട് എന്ന് തന്നിട്ടുണ്ട്, ഗുലാബ് എന്ന് തന്നിട്ടുണ്ട്, ഓക്കെ, പാനി വെള്ളം എന്ന് തന്നിട്ടുണ്ട്, എന്താണ് നമ്മുടെ തത്ത എന്ന് തന്നിട്ടുണ്ട്, മക്കാൻ കെട്ടിടം എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ഇതിന് പറ്റിയ ആൾക്കാരെ ഇവിടുന്ന് എടുത്ത് എഴുതണം. ഓക്കെ, പേട് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. മക്കൾ ഒന്ന് നോക്കുക, പേട് എന്ന് പറയുന്ന മരമാണ്. മരം എന്താണ്, ഹൈറ്റ് ഉള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഊഞ്ച എന്ന് പറയുന്നതാണ് എഴുതുന്നത് നല്ലത്. നല്ല ഹൈറ്റ് ഉള്ള മരം എന്ന് എഴുതുന്നതാണ് നല്ലത്. അതേപോലെ ഗുലാബ് എന്ന് വെച്ചാൽ നമ്മുടെ റോസ് എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ റോസ് ഏത് കളറിലാണ് ഉണ്ടാവുക, ലാൽ കളറിൽ, റെഡ് കളറിലാണ്. വേറൊരു കളർ എന്താണ്, ഹര, വേറൊരു കളറും തന്നെ നമുക്ക് ഹരയാണ് തന്നിട്ടുള്ളത്. എന്തായാലും പച്ച കളറിൽ റോസ് ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതുന്നു, നമ്മൾ ലാൽ എന്ന് എഴുതുന്നു. പിന്നെ പാനി എന്താണ്, കൂളായിട്ടുള്ള പാനി എന്ന് എഴുതുന്നതാണ് സുഖം. അപ്പൊ ഡണ്ട എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു, തണുത്ത വെള്ളം അല്ലെ. പിന്നെന്താണ്, തോത്ത, നമ്മുടെ തത്തയ്ക്ക് എന്ത് കളറാണ്, പച്ച കളറാണ് നമുക്കൊക്കെ അറിയാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു, ഹര എന്ന് എടുത്ത് എഴുതുന്നു. പിന്നെ മക്കാൻ മീൻസ് എന്താണ്, കെട്ടിടമാണ്. അതാണ് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ആളെന്ന് പറയുന്നത്. കെട്ടിടം എന്നുള്ള അർത്ഥം മക്കൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ മക്കാൻ എന്ന് വെച്ചാൽ കെട്ടിടമാണ്. കെട്ടിടം എങ്ങനത്തതാണ്, ബഡാ മക്കാൻ, വലിയ മക്കാൻ എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. അപ്പൊ ഇതെന്തായാലും എന്റെ മക്കളൊന്ന് പഠിച്ചിട്ട് പോകണം, എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. ബൈ ബൈ.